കൊല്ലം കൊട്ടാരക്കര നെടുവത്തൂർ ഈശ്വരവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രധാന അധ്യാപികയെ ചുരിദാർ ധരിച്ചതുകൊണ്ട് സ്കൂളിലേക്ക് പ്രവേശിപ്പിക്കാതിരുന്ന വിഷയം കുറച്ച് അത്ഭുതത്തോടെയാണ് നമ്മൾ ഇന്നലെ കേട്ടത്. എന്തായാലും ടീച്ചർ 24-നൊപ്പം ഇപ്പോൾ ചേരുകയാണ്. ടീച്ചർ ഇന്നലെ ആ പ്രശ്നത്തിന് ശേഷം ഇന്നിപ്പോൾ സ്കൂളിൽ വന്നു. ഇന്നിപ്പോൾ എന്തെങ്കിലും പ്രശ്നം അത്തരത്തിൽ നേരിട്ടിരുന്നോ? ഇല്ല. സാധാരണ എന്ന പോലെ സ്കൂളിൽ വന്ന് പ്രവർത്തനം നടത്തി പോകാൻ പറ്റുന്നുണ്ട്. ഇന്നലെ എന്താണ് ശരിക്കും സംഭവിച്ചതെന്നാണ് തോന്നുന്നത്? പറഞ്ഞല്ലോ, ശശാങ്കൻ തടഞ്ഞത് മാനേര് പറഞ്ഞിട്ടാ. എന്നിട്ട് മാനേരെ പ്രതി ചേർത്തിട്ടില്ല, FIR-ൽ പേര് പരാമർശിച്ചിട്ടേ ഇല്ല. അതിന് ഞാൻ ഈ ഒരു കാര്യം എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലും ഉന്നത പോലീസ് അധികാരികളെയും അറിയിക്കുന്നതാണ്. നിയമ നടപടികളുമായിട്ട് മുമ്പോട്ട് പോകും. ടീച്ചർ ഇപ്പോൾ പോലീസിൽ നൽകിയ പരാതിയിൽ സെക്യൂരിറ്റിക്കെതിരെയും മാനേജർക്കെതിരെയും ആ പരാതിയിൽ പറയുന്നുണ്ടോ? ഉണ്ട്. പക്ഷേ FIR-ൽ സെക്യൂരിറ്റിക്കെതിരെ മാത്രമേ ഉള്ളൂ നടപടി എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ശരിക്കും ഇന്നലെ ഇപ്പോൾ കണ്ട ശശാങ്കനെ ഇങ്ങനെ ആക്കി ഇതൊരു പുകമറ സൃഷ്ടിക്കുകയല്ലേ ചെയ്തത്. അപ്പം ഇതിങ്ങനെ കാണിച്ചത് ആർക്ക് വേണ്ടിയാണ്? യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് പ്രേരണാക്കുറ്റം, അതൊരു കുറ്റമല്ലേ? അപ്പം അതിന് ഇവിടെ ഒന്നും നടപടികളൊന്നും ഇല്ലേ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ സെക്യൂരിറ്റിക്ക് ടീച്ചറിനോട് അത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നം ഇതിനു മുമ്പുണ്ടോ? ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം മാനേര് പറഞ്ഞതിന് പ്രകാരം ഇയാൾ തടഞ്ഞു. അത് ഞാൻ മീഡിയയിൽ പറഞ്ഞതാണല്ലോ. ഈ മാനേജർ പറഞ്ഞത് പ്രകാരം തടഞ്ഞു, അതല്ലാതെ സെക്യൂരിറ്റിയും ടീച്ചറും തമ്മിൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല? ഇല്ല, മാനേജർ പറഞ്ഞതാണെന്ന് സെക്യൂരിറ്റി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അങ്ങനൊരു പ്രേരണാക്കുറ്റം ചാർത്തിയിട്ടില്ല മാനേജർക്കെതിരെ. ഇപ്പോൾ ഈ വിഷയത്തിൽ ഈ സെക്യൂരിറ്റിയെ ഇരയാക്കുന്നു മാനേജർ എന്നൊരു തോന്നൽ ടീച്ചർക്കുണ്ടോ? ഇപ്പോൾ ഒരു പുകമറ സൃഷ്ടിക്കുകയല്ലേ ചെയ്തോളൂ. കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഒന്നും നടന്നില്ലല്ലോ ഇവിടെ. അതാർക്ക് വേണ്ടിയാണെന്ന് അറിയണം. ശരിക്കും ഈ ചുരിദാർ ഒരു പ്രശ്നമല്ല എന്നാണോ തോന്നുന്നത്? ചുരിദാർ മാന്യമായ ഏത് വസ്ത്രവും ധരിക്കാമെന്ന് ഞങ്ങൾക്ക് ഗവൺമെൻറ് റൂളുണ്ട്. അങ്ങനെ സ്കൂളിൽ വന്നു. എനിക്ക് പറയാനുള്ളത്, എനിക്ക് സ്വസ്ഥവും സമാധാനവുമായിട്ട് സുരക്ഷിതത്വത്തോടെ എനിക്ക് ജോലി ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടാവണം. എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. ഈ മാനേജർ മുൻപും ഇത്തരത്തിൽ ഒരു ടീച്ചറോട് ഇത്തരത്തിൽ ഒരു പെരുമാറ്റം വന്നിട്ടുണ്ടോ മാനേജറുടെ ഭാഗത്ത് നിന്ന്? ഉണ്ട്. സ്കൂളിൽ പ്രവേശിപ്പിക്കാതിരുന്നിട്ടുണ്ട് മുൻപും? അതും ഇതുപോലെ സെക്യൂരിറ്റി അന്ന് തടഞ്ഞായിരുന്നു. ഞാൻ മീഡിയയിൽ പറഞ്ഞതാണ്. ടീച്ചർക്ക് പേടിയുണ്ടോ എന്തെങ്കിലും കാര്യത്തിൽ? എനിക്ക് നീതി കിട്ടത്തില്ല എന്നുള്ളൊരു പേടിയുണ്ട്. ഞാൻ പറഞ്ഞ് എൻ്റെ പരാതിയിൽ പരാമർശിക്കുന്ന തരത്തിലല്ലല്ലോ ഇപ്പോൾ FIR-ൽ വന്നേക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഇടപെടലുകൾ ഉണ്ടായി എന്നല്ലേ എൻ്റെ അർത്ഥം. അപ്പോൾ എനിക്ക് എൻ്റെ മെയിൻ കാര്യം ഇതേ ഉള്ളൂ. എനിക്ക് സുരക്ഷിതത്വത്തോടെ സമാധാനമായിട്ട് ജോലി ചെയ്യണം. ടീച്ചർ ഇപ്പോൾ എത്ര വർഷമായി സ്കൂളിൽ? 25 വർഷമായി. അപ്പോൾ ഈ പോലീസ് ഇട്ട FIR-ൽ അതൃപ്തിയുണ്ട്. അപ്പോൾ ഈ പോലീസിനോട് തിരിച്ച് ഈ പരാതി പറയുന്നുണ്ടോ? ഞാൻ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലും ഉന്നത പോലീസ് അധികാരികൾക്കും ഞാൻ പരാതി കൊടുക്കും. അതായത് ടീച്ചർ പറയുന്നത് സമാധാനപരമായിട്ട് ടീച്ചറിന് സ്കൂളിൽ വന്ന് തൻ്റെ ജോലി ചെയ്ത് മടങ്ങാൻ കഴിയണം, അതിനായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കി നൽകണം എന്നുള്ളതാണ്. ഇപ്പോഴും ഈ വിഷയം സംബന്ധിച്ച് ടീച്ചർ നൽകിയ പരാതിയിൽ തന്നെ പോലീസ് FIR ഇട്ടിട്ടുണ്ട്. പക്ഷേ ആ FIR-ൽ തന്നെയും ടീച്ചറിന് അതൃപ്തിയുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഇതിൽ ടീച്ചർ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. നീതി ലഭിക്കുന്നത് വരെ അത്തരത്തിൽ മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ടീച്ചർ വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ രാജ്കിരണിനൊപ്പം സൂര്യഗായത്രി, 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.